കള്ളിയങ്കാട്ട് നീലി ചോര മാത്രമേ കുടിക്കാൻ പാടുള്ളൂ, പോക്കറ്റടിക്കാൻ പാടില്ല. അപ്പോൾ പോക്കറ്റടിച്ചു എന്നുള്ളൊരു തോന്നലുണ്ടായത് ഇന്നലെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര കണ്ടതിന് ശേഷമാണ്. അപ്പം പോക്കറ്റടിച്ചു എന്ന് എനിക്ക് തോന്നുന്നു എന്നതുകൊണ്ട് ആ സിനിമ മോശമാണെന്നോ അതിൻ്റെ പിന്നിലുള്ള എഫർട്ടിനെ നമ്മൾ അംഗീകരിക്കാതിരിക്കണമെന്നോ ഒരഭിപ്രായവുമില്ല. പറ്റുന്നവരൊക്കെ കാണുക. പിന്നെ ഈ വയസ്സന്മാർ എന്നെപ്പോലുള്ളവർ ഈ വലിയ പ്രതീക്ഷയുമായിട്ട് ചെല്ലരുത്. നമുക്ക് ഈ മരം ചുറ്റിക്കളിയും അങ്ങനെയുള്ള ആ പ്രേമരംഗങ്ങളും ഈ ഒരുതരം പൈങ്കിളി ശൈലിയിലുള്ള പരിപാടികളൊക്കെയാണ് നമുക്ക് വയസ്സന്മാർക്ക് പറ്റിയ പരിപാടി. അതിതിലില്ല. ആ രീതിയിലല്ല ഇതിൽ കഥ പോകുന്നത്. എന്തായാലും ഇത് കണ്ടപ്പോൾ അതിശയം തോന്നിയ ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരു പാശ്ചാത്യ സിനിമ നമ്മൾ കാണുന്നത് പോലെ അതേ സംവിധാനങ്ങൾ, അതേമാതിരിയുള്ള ടെക്നോളജിയുടെ ഇത്ര വലിയൊരു മികവ് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്യന്തം മനോഹരമായിട്ടത് ചിത്രീകരിച്ചിരിക്കുന്നു. അത്യന്തം ആ ഡീറ്റെയിലായിട്ടും വളരെ ഡീറ്റെയിൽ ഓറിയൻറ്റഡ് ആയിട്ടും വളരെ കണ്ടുകൊണ്ടിരിക്കാവുന്ന രീതിയിൽ, അതുപോലെ തന്നെ അതിൻ്റെ ഉപകഥകളൊക്കെ വളരെ നല്ല രീതിയിലും പോയിരിക്കുന്നു. നല്ലതായിട്ട് തോന്നുന്നു. ഓവറോൾ നോക്കുമ്പം ആ കഥ നമുക്കത്ര രുചിക്കുന്നതല്ല. കഥയിൽ നമുക്കൊരു കാര്യവും കാണാൻ കഴിയുന്നില്ല. പക്ഷേ മൊത്തത്തിൽ സിനിമ നോക്കുമ്പോൾ നല്ലൊരു സിനിമ. അതുകൊണ്ട് എല്ലാവരും പോയി കാണാൻ പറ്റുന്നവരൊക്കെ വലിയ പ്രതീക്ഷയോട് പോകരുതെന്ന് മാത്രം വയസ്സര് ചെറുപ്പക്കാർ നല്ല ആവേശത്തോടെ തന്നെ പോയി കാണട്ടെ. ഇപ്പോൾ ഈ സിനിമയെ പറ്റി ഓർക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഇതിൻ്റെ ഡയറക്ടർ ഡൊമിനിക് അരുൺ, അദ്ദേഹം ഒരു മഹാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹമാണ് ഇതിൻ്റെ രചന നിർവഹിക്കുകയും സംവിധാനം നിർവഹിക്കുകയും ചെയ്തത്. അപ്പം ഇത്തരമൊരു കഥ എടുക്കാമെന്നും ഇതിനുവേണ്ടി വലിയ തോതിൽ പൈസ മുടക്കാമെന്നും അത് വലിയ വിജയമാക്കാമെന്നും അദ്ദേഹം പ്രൊഡ്യൂസർമാരെ, അത് ദുൽഖർ സൽമാനൊക്കെ ഉണ്ട്, അവരെയൊക്കെ കൺവിൻസ് ചെയ്യിച്ചു, അവരെയൊക്കെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം ഇതെങ്ങനെ പറഞ്ഞു ഫലിപ്പിച്ചു. ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, ഇങ്ങനെ ചെയ്യാമെന്ന് അത് പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് എനിക്ക് തോന്നുന്നു. ആ പറഞ്ഞു ഫലിപ്പിച്ച പോലെ തന്നെ സിനിമയും ആ രീതിയിൽ ഫലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതോർക്കുമ്പോൾ ഈ അമേരിക്കയിൽ നമുക്കറിയാം ഓസ്കർ കിട്ടിയതാണ് അക്വാമാൻ എന്നുള്ള ആ സിനിമ 2018 ഇറങ്ങിയത്. അതിൻ്റെ കഥ ഈ കടലിൽ നിന്ന് മനുഷ്യനെ പോലുള്ള ഒരു ജീവിയെ കിട്ടുന്നു. അതിനെ ഒരു സ്ത്രീയുടെ വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ സംരക്ഷിക്കുന്ന അതുമായിട്ട് ലോഹ്യമാകുന്നു. അംബർ ഹേർഡാണ് ആ സ്ത്രീ. ഒടുവിൽ ആ ജീവിയെ കടലിലേക്ക് തന്നെ തുറന്നു വിടുന്നു. ഇവരും അതിൻ്റെ കൂടെ കടലിലേക്ക് ചാടിപ്പോകുന്നു. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ അദ്ദേഹവും ഇതുപോലെ തന്നെ ഓസ്കർ കിട്ടിയ വേദിയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ കുറച്ച് സ്കെച്ചും ഇതൊക്കെ കാണിച്ച് ഇതിൻ്റെ നിർമ്മാതാക്കളെ പോയി കണ്ടപ്പോഴത്തേക്ക് അവരത് വിശ്വസിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരത് വിശ്വസിച്ച് ആ കഥ അത് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ഡയറക്ടറുടെയും കഥയെഴുത്തുകാരൻ്റെയും ഏറ്റവും വലിയ മികവ് ഇങ്ങനെയുള്ള ഒരു സിനിമയ്ക്ക് പ്രൊഡ്യൂസറെ കണ്ടെത്താൻ കഴിഞ്ഞു. അത് ഒരുപാട് പണം മുടക്കേണ്ട ഒരു സിനിമയ്ക്ക്. സാധാരണ നമുക്കറിയാം ഏറ്റവും ചുരുങ്ങിയ പൈസയ്ക്ക് ഏതെങ്കിലും പേക്കോലങ്ങളെ പിടിച്ച് നടീനടന്മാരാക്കിയിട്ട് എങ്ങനെയെങ്കിലും മരം ചുറ്റി ഇതിലൂടെയൊക്കെ ചാടിയും മറിഞ്ഞും നമ്മുടെ പോക്കറ്റടിക്കുക, നമ്മുടെ കാശ് മേടിക്കുക, ഇതാണ് മലയാള സിനിമയിൽ നടക്കുന്നത്. അതിന് പകരം ഇത് കാശ് മുടക്കി ഉണ്ടാക്കിയതാണ്. അപ്പം തീർച്ചയായിട്ടും കാശ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനിയും കിട്ടിക്കോട്ടെ, അവർ നല്ലതായിട്ട് വിജയിച്ചോട്ടെ, നമുക്കൊരു വിരോധമില്ല. നമുക്ക് ഈ നമ്മുടെ സങ്കല്പം വെച്ച് നോക്കുമ്പോൾ അതിന് വലിയൊരു പ്രസക്തി ഉള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷേ അതേസമയം തന്നെ ആ സിനിമയിൽ കണ്ട ചില രംഗങ്ങൾ വളരെ മനോഹരമായിട്ട്, പ്രത്യേകിച്ച് നടി കല്യാണി പ്രിയദർശൻ, അതുപോലെ തന്നെ നടന്മാരും ഒക്കെ തന്നെ, അത് ആ കൊച്ചുകുട്ടിയായിട്ട് അഭിനയിക്കുന്ന നടി എന്തൊരു മനോഹരമായിരിക്കുന്നു. എത്ര സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രം. അങ്ങനെ ഒരു മികച്ച മിത്തും ഇതെല്ലാം കൂടെ കലർന്ന് ഉള്ളൊരു സിനിമയായിട്ടത് മാറി എന്നുള്ളത് നിസ്സാരമായൊരു കാര്യമല്ല. ടെസ്ലൻ, നടൻ ടെസ്ലൻ, അദ്ദേഹത്തിന് വലിയ റോളൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. പക്ഷേ അദ്ദേഹവും കൂട്ടാളികളും ഒക്കെ തന്നെ ആ സിനിമയിൽ പറ്റുന്ന രീതിയിലാണ് അവരുടെ എല്ലാം അവരുടെ എല്ലാം നാട്യവും, അതുപോലെ തന്നെ അവരുടെ അഭിനയവും, അതുപോലെ തന്നെ അവരുടെ ആ പ്രകടനവും അത് മികച്ചു നിന്നു എന്നുള്ളതിനും സംശയമില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് കല്യാണി പ്രിയദർശനാണ് അതിൽ നിറഞ്ഞു നിന്നത്. നല്ലൊരു നടിയെന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചു. അപ്പോൾ എന്തായാലും ഈ സിനിമ കണ്ടതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. ഇനിയിപ്പോൾ കണ്ടില്ലെങ്കിലും എല്ലാ സിനിമയെപ്പറ്റി ഞാൻ പറയുന്ന അഭിപ്രായമാണ്, കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത്രയുമെല്ലാം സാങ്കേതിക മികവ് നമുക്ക് കൈവരിക്കാനാകും എന്ന് നമുക്ക് കാണിച്ചു തരുന്നതാണ് ഈ സിനിമ. മറ്റൊരു സിനിമയ്ക്ക് അതുപോലെ ഇത്രയും സാങ്കേതികത ഇത്രയധികം ഉയർന്ന രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു സിനിമ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
അത് കാണാൻ തന്നെ നമ്മൾ തീർച്ചയായിട്ടും പോകേണ്ടതാണ്. അത് കണ്ടിരിക്കേണ്ടതാണ്. ഇത്രയും മനോഹരമാക്കാൻ നമുക്കും കഴിയും. പിന്നെ ഹോളിവുഡിന് മാത്രമല്ല മോളിവുഡിനും ഇതൊക്കെ കഴിയുമെന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കല്യാണിയല്ല, നമ്മുടെ നീലിമോൾ പിന്നെ നമ്മുടെ പോക്കറ്റ് അടിച്ചെങ്കിലും പോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. നമ്മുടെ പിന്നെ കള്ളിയങ്കാട്ട് ജീവിതമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണല്ലോ. അവർക്കിത്തിരി കാശൊക്കെ കിട്ടും, ചോര പഴയതുപോലെ കിട്ടുന്നില്ല. ഇന്നിപ്പം സഖാക്കളും പിന്നെ രാഷ്ട്രീയക്കാരും ഒക്കെ കൂടി കേരളം ഒരു പരുവമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ചോര കിട്ടാനുള്ള സാധ്യതകളൊക്കെ കുറവാണ്. കാരണം ആളുകളൊക്കെ അവിടെ വിട്ടുപോവുകയാണ്. ഒരുവിധപ്പെട്ട ആളുകളൊക്കെ കേരളം വിട്ടുപോകുന്നു. അപ്പോൾ പിന്നെ നീലിയും വിഷമത്തിലാണ്. അതുകൊണ്ട് അവർ പോക്കറ്റടിക്കാനാണെങ്കിലും ഒരവസരം അവർക്ക് കൊടുക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു.